പുനലൂരിലെ ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റലിൽ വിദ്യാർത്ഥിയെ തലകീഴായി കെട്ടിത്തൂക്കിയെന്ന് പരാതി. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു ഈ പ്രാകൃത ശിക്ഷാരീതി. 500 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ചാണ് 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിച്ചത്. കൊല്ലം പുനലൂരിൽ 6ാം ക്ലാസ്സുകാരനോട് ബോർഡിംഗ് സ്കൂളിന്റെ ക്രൂരത 500 രൂപ മോഷ്ടിച്ചുവെന്നാരോപിച്ച് കുട്ടിയെ തലകീഴായി കെട്ടിത്തൂക്കിയെന്നാണ് പരാതി. ഹോസ്റ്റലാണ് പഠിച്ചിട്ടുള്ളത്. അവരുടെ വെക്കേഷൻ ഞാൻ 30 വൈകിട്ട് 8 മണിക്കാണ് വരുന്നത്. അവരെ കൊണ്ടുവന്നത്. അവരെ കൊണ്ടുപോയി ഇവിടെ വീട്ടിൽ ചെന്നായിരുന്നപ്പോൾ അവരുടെ വിഷമിച്ചിരിക്കണമെന്ന് ഞാൻ ചോദിച്ചു. എന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ചേച്ചാ ഹോസ്റ്റലൊരു പ്രശ്നം നടന്നു. അവിടെ പാചകത്തിന് വെക്കുന്ന ചേട്ടൻ്റെ 500 രൂപ മിസ്സായി. അത് എൻ്റെ ഇളയ അവനെടുത്തെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലി കയറി കെട്ടി ഫാൻ്റെ മുക്കിനകത്തിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ച് നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞ് സത്യം വരാനാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞ് പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടുവന്ന് നേരെ കുഞ്ഞിനെ കാലിൽ കൊച്ചിൻ്റെ ദേഹത്തൊക്കെ പാടൊക്കെ ഉണ്ട്. കൊച്ചിൻ്റെ ദേഹത്ത് കാലിൽ കെട്ടി കയറിന് പാടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് പാടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുണ്ട്. ഈ ഒരു കുട്ടിയെ മാത്രം ഉപദ്രവിച്ചിട്ടുള്ള ഒരു കുട്ടി അവനെ അന്ന് ഉപദ്രവിച്ചത്. ഇതിനെ നേരത്തെ ഇവരെ രണ്ടുപേരും ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾക്ക് കാലിൽ പിടിക്കും എടുത്ത് എറിയുക അതൊന്നും ഇവർ പറയാൻ പറ്റത്തില്ല. ഹോസ്റ്റലിലോട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. പറഞ്ഞാലും ഇവർ പറഞ്ഞ് നീയൊക്കെ പോയിട്ട് ഇനി വാ അന്നേരം ബാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സംഭവം ചെയ്തിട്ടും ഈ പുള്ളി പറഞ്ഞു നീ വീട്ടിൽ ചെന്ന് നിൻ്റെ അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞാലും നിൻ്റെ അച്ഛനമ്മയൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ പോയിട്ട് തിരിച്ചു വരത്തില്ല, ഇതിൻ്റെ ബാക്കി അന്നേരം ഞാൻ തരാമെന്ന് പറഞ്ഞു. ഈ സമാന രീതിയിൽ നേരത്തെ ഇതുപോലെ ഉപദ്രവം നടന്നിട്ട് കുട്ടി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കുട്ടി നേരത്തെ ഇതിനൊരു കഴിഞ്ഞ പ്രാവശ്യം അവന് ചെറുക്കലിന് അടിച്ചായിരുന്നു. അന്ന് ഞാൻ ചെന്ന് വാണിംഗ് കൊടുത്തതാണ്. അവന് ചെയ്യല്ലേ എൻ്റെ നിവൃത്തിയോട് കൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇവിടെ നിർത്തിയേക്കുന്നത്. എൻ്റെ വൈഫ് 4 വർഷം കൊണ്ട് വൈകിട്ട് കിടക്കാം. അപ്പോൾ അവരെ നോക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഞാൻ കണ്ടു. എനിക്ക് 4 കുട്ടികളാവും. ഇതാരാ ചെയ്തെന്ന് പറയുന്നു? അന്ന് ചെയ്ത് അവിടുത്തെ ഒരു സാറ് അവരുടെ സൂപ്പറിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞ സാറ് അന്ന് ചെറുക്കലിന് അടിച്ചത്. പുള്ളിയുടെ അടുത്ത് ഞാനന്ന് പറഞ്ഞു. ഇപ്പോൾ ചെയ്ത പുള്ളിയുടെ പേര് ബിജു. അവിടെ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ്. പാചകക്കാരനും വാർഡനും ചേർന്നാണ് കുട്ടിയോട് ക്രൂരത കാട്ടിയതത്രേ. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിനെതിരെയാണ് പരാതി ഉയരുന്നത്. മാതാപിതാക്കൾ വിശ്വാസമർപ്പിച്ച് കുട്ടികളെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ബോർഡിംഗ് സ്കൂളിലാണ് കണ്ണില്ലാത്ത ക്രൂരത അരങ്ങേറിയത്. പാചകക്കാരന്റെ 500 രൂപ മോഷ്ടിച്ചുവെന്നാരോപിച്ചാണ് കുട്ടിയെ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ ശ്രമിച്ചത്. താൻ പണം മോഷ്ടിച്ചിട്ടില്ലെന്ന് പലതവണ ആവർത്തിച്ചെങ്കിലും വാർഡനോ പാചകക്കാരനോ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ലെന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. 12 വയസ്സുള്ള കുട്ടിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട സ്വദേശികളായ 2 പേർക്കെതിരെ കേസെടുത്തു. ലിജുകുമാർ, ടോം എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് വൈകിട്ടോടെ റിമാൻഡ് ചെയ്യുമെന്നാണ് വിവരം. ഇവിടെ ആദ്യം ഒരു വാടക കെട്ടിടമായിരുന്നു ഇവരെടുത്തത്. ആ വാടക കെട്ടിടം എടുത്തതിന് ശേഷം ഈ കണ്ട സ്ഥലമെല്ലാം ഇവർ സ്വന്തമായി വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിൻ്റെ സാമ്പത്തിക സോഴ്സ് എന്താണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ഈ ചുറ്റുപാടുള്ള സ്ഥലങ്ങളെല്ലാം ഇവർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ഇതിൻ്റെ സാമ്പത്തിക സോഴ്സ് എല്ലാം നമ്മൾ അറിയാൻ കിട്ടുന്നതെന്ന് അറിയാൻ കഴിയണം. സ്വാഭാവികമായും ഇങ്ങനൊരു രീതി അവലംബിച്ച ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പുനലൂർ.